ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ ശ്യാമും തമ്മിലുള്ള സംഭാഷണത്തിലാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ ശ്യാമിനോട് പറയുന്നുണ്ട്, നോക്ക് എൻ്റെ ചേച്ചിയുടെ അവസ്ഥ ഇതായിപ്പോയി, നിങ്ങളുടെ കുഞ്ഞ് എൻ്റെ ചേച്ചിയുടെ വയറ്റിൽ വളരുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് സത്യങ്ങളൊന്നും ഞാൻ മറ്റാരോടും പറയാതെ നിങ്ങൾ ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചു വിട്ടത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശ്രുതി ഇപ്പം നിങ്ങളുടെ കാമുകിയല്ല, എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയുടെ ഏഴയലത്ത് പോലും നിങ്ങളെന്നെ കണ്ടുപോകരുത്. പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾക്ക് ഞാൻ ഒരു അവസരം കൂടി തരാണ്, നന്നാവാനുള്ള ഒരേ ഒരു അവസരം. എൻ്റെ ചേച്ചീനെയും കുഞ്ഞിനെ നോക്കി ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നീ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവാണ്. അപ്പോഴും ശ്യാം ഒരു പുച്ഛഭാവത്തിൽ അശ്വിനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കണ രാവിലെയാണ്. നമ്മൾ വിചാരിച്ച പോലെ ഫസ്റ്റ് നൈറ്റിൻ്റെ ഭാഗങ്ങളൊന്നും തന്നെ കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും എല്ലാവരും പ്രസാദം കൊടുക്കുന്ന തിരക്കിലായിരിക്കും, പ്രാർത്ഥിക്കുകയും പ്രസാദം കൊടുക്കുന്ന തിരക്കിലായിരിക്കും. അങ്ങനെ പൂജകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീതിയും അഞ്ജലിയും കൂടി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശേഷം മനോരമയും മോഹനനും ആകാശൊക്കെ വരുന്നുണ്ട്. മനോരമ എടുത്ത വായിക്ക് പറയണ്ട, ആഹാ കൊള്ളാലോ, പൂജയും പ്രസാദമൊക്കെ ആയിട്ട് സിസ്റ്റേഴ്സ് രണ്ടും രാവിലെ തന്നെ ഹാജരായിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. കൊള്ളാം, എന്തായാലും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ രണ്ടും ഇങ്ങോട്ട് വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ, മനോരമ നോക്ക്, ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ മിണ്ടരുതെന്ന് അമ്മയുടെ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നൊരു കാര്യം ചെയ്യും, ഇവർ രണ്ടുപേരുടെ കല്യാണം ഒരുമിച്ച് നടത്തിക്കൂടായിരുന്നോ, ധർമ്മ കല്യാണം എന്ന് നാട്ടുകാർ പറഞ്ഞാനല്ലോ എന്നൊക്കെ പറയുകയാണ്. ഇതൊന്നും കേട്ട് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. ശേഷം നമ്മുടെ പ്രീതിയാണെങ്കിൽ പ്രസാദം കൊടുക്കണം. ആ സമയത്ത് ശ്രുതി കൈ നീട്ടുന്നുണ്ട്. പ്രീതി ശ്രുതിക്ക് പ്രസാദം കൊടുക്കുന്നില്ല. അത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ മനോരമ പറയുന്നുണ്ട്, എടി തുടങ്ങിയല്ലോ സിസ്റ്റേഴ്സിൻ്റെ ഡ്രാമ, നീ എന്താടി അവൾക്ക് പ്രസാദം കൊടുക്കാത്തത്? ദേ നോക്ക്, നിൻ്റെ ബിഗ് ബ്രദറിൻ്റെ ഭാര്യയാണ് അവൾ. അത് മാത്രമല്ല, സ്ഥാനം കൊണ്ട് നിൻ്റെ അനിയത്തിയായിരിക്കും, പക്ഷേ സ്ഥാനം കൊണ്ട് അവൾ നിൻ്റെ ഏടത്തിയ, അതായത് അശ്വിൻ സായിറാമിൻ്റെ ഭാര്യ, ഒരേ ഒരു ഭാര്യ. അപ്പോൾ നിൻ്റെ ഏടത്തിയാണല്ലോ, അവൾക്ക് എന്താണ് നീ പ്രസാദം കൊടുക്കാത്തത് എന്നിങ്ങനെ പറയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ആകാശ് പറയുന്നുണ്ട്, അല്ല മുത്തശ്ശിനെയും എൻ കെ ബ്രോനെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മോഹനും പറയുന്നുണ്ട്, എനിക്ക് എന്തോ വിസയുടെ കാര്യത്തിന് വേണ്ടി ചെന്നൈയിലേക്ക് പോയിരിക്കുക. പറഞ്ഞ പോലെ അമ്മേനെ കാണാത്തതിന് കാരണം അമ്മ ഇന്നലെ രാത്രി ഒരുപാട് താമസിച്ചാൽ കിടന്നത്, ഒരുപാട് കരഞ്ഞൊക്കെ ചെയ്തു, അതായിരിക്കും കാണാത്തത്. എന്തായാലും പ്രസാദം മുത്തശ്ശിക്ക് കൊടുത്തിട്ട് വരാം എന്ന് പറയണം. അങ്ങനെ എല്ലാവരും വാതിലിങ്ങനെ മുട്ടാണ്. മുത്തശ്ശി മുത്തശ്ശി വാതിൽ തുറക്ക് എന്ന് പറയുമ്പോൾ മുത്തശ്ശി വാതിൽ തുറക്കുന്നേ ഇല്ല. എന്തു പറ്റി, എന്താ മുത്തശ്ശി വാതിൽ തുറക്കാത്ത? അമ്മേ വാതിൽ തുറക്ക്. എല്ലാവരും കൊട്ടി വിളിച്ചുകൊണ്ടിരിക്കുക. ആ ബഹളം കേട്ട് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ കാര്യം ചോദിക്കുമ്പോൾ മോഹനൻ പറയുന്നുണ്ട്, അത് എത്ര നേരം വിളിക്കുന്നത്, അമ്മ വാതിൽ തുറക്കുന്നില്ല. മുത്തശ്ശി വാതിൽ തുറക്ക് മുത്തശ്ശി എന്ന് അശ്വിനും വിളിക്കുകയാണ്. മുത്തശ്ശി വാതിൽ തുറക്കുന്നില്ല കേട്ടോ. അശ്വിൻ വാതിൽ തള്ളി തുറക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അവസാനം മോഹനനും അശ്വിനും ആകാശം കൂടി 3 പേരും കൂടി വാതിൽ തള്ളി ഞങ്ങൾ തുറക്കുവാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശിയുടെ ബോധം കിട്ട പോലെ തന്നെ കിടക്കുമായിരിക്കും കേട്ടോ. മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പതുക്കെ മുത്തശ്ശി കണ്ണുറക്കുന്നുണ്ട്. എന്താ അമ്മേ പൂജയ്ക്ക് നിലത്ത് വരാത്തിരുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും മനോരമ മനസ്സ് വിചാരിക്കുകയാണ്, ഹാവോ ഭാഗ്യം, ജീവനുണ്ട്, ഞാൻ വെച്ച് 2 പെണ്ണുങ്ങളും കൂടി കൊല വിളിച്ചു എന്നൊക്കെ വിചാരിച്ച് പ്രീതിനെ ശ്രുതിനെ ഇങ്ങനെ നോക്കുവാണ്. അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട്, അയ്യോ അങ്കിൾ, മുത്തശ്ശിക്ക് നല്ല ചൂടുണ്ട്, പനിയുണ്ട് എന്ന് പറയുമ്പോഴേക്കും മനോരമ പറയണ്ട, പനി എങ്ങനെ വരാതിരിക്കും, അങ്ങനത്തെ സംഭവങ്ങളാണല്ലോ ഇന്നലെ ഇവിടെ അരങ്ങേറിയത്, അത് കണ്ട് പേടിച്ച് വിറച്ച് പനിച്ചതായിരിക്കും അമ്മക്ക് എന്ന് പറയാണ്. ഞാൻ ഡോക്ടറെ വിളിക്കാം എന്ന് അശ്വിൻ പറയുമ്പോൾ, വേണ്ട, നീ ഡോക്ടറെ ഒന്നും വിളിക്കണ്ട, നീ കാരണമാണല്ലോ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായത്, ഇനി നീ ഡോക്ടറെ വിളിക്കാൻ നിൽക്കുമൊന്നും വേണ്ട. ഇവിടെ ഇപ്പോൾ സന്തോഷമുള്ളൊരു വീടായിരുന്നു, ഇത് മരണ വീട് പോലെ ആയതിനെ കാരണം നീ ഒറ്റൊരുത്തനാ, അതുകൊണ്ട് നീ ആരെയും വിളിക്കണ്ട. ആകാശ്, നീ ഡോക്ടറെ വിളിക്കുക എന്ന് പറയാണ്. ആകാശ് ആ സമയത്ത് അശ്വിനെ നോക്കുന്നുണ്ട്. എടാ നിന്നോടാ പറഞ്ഞ ഡോക്ടറെ വിളിക്കാൻ. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആകാശ് ഡോക്ടറെ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് നിന്ന് പോകുക കേട്ടോ. എന്താ അമ്മ ഇത് എന്നൊക്കെ പറയാണ്. ആ സമയത്ത് മോഹനൻ പറയണ്ട, എല്ലാവരും ഒരു കാര്യം ചെയ്യും, എല്ലാവരും ഒന്ന് പുറത്ത് നിൽക്കുക, അമ്മക്ക് കുറച്ച് കാറ്റും വെളിച്ചം കിട്ടട്ടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ട, അതെ എല്ലാവരും ഒന്ന് എനിക്ക് ആരെയും കാണണ്ട, കുറച്ച് രണ്ട് സമാധാനത്തോടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ആകാശ് വരുന്നുണ്ട്. അതെ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, ഡോക്ടർ വരും എന്ന് പറയാണ്. ശേഷം എല്ലാവരും പുറത്തേക്ക് പോയി നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയും അശ്വിനും മാത്രം മുത്തശ്ശിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് നേരം ശ്രുതി അശ്വിനും മുത്തശ്ശിനെ നോക്കിക്കൊണ്ടിരുന്നതിന് ശേഷം അശ്വിൻ അവിടെ നിന്ന് പോകുക കേട്ടോ. ശ്രുതി മുത്തശ്ശിയുടെ അടുത്ത് തന്നെ നിൽക്കുവാണ്. മുത്തശ്ശി എന്ന് പറയുമ്പോഴേക്കും, നീ പോയില്ലേ, എനിക്ക് നിന്നെ കാണാതെ ഇഷ്ടമല്ല, അവിടെ നിന്ന് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ശ്രുതിയും അവിടെ നിന്ന് അങ്ങോട്ട് വിഷമിച്ചോട്ട് പോകുവാണ്. ശേഷം പൂജകളും കാര്യങ്ങളും കഴിയുമ്പോഴേക്കും നിലത്ത് ശ്യാം അങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കേണ്ടത്, ശ്രുതി നീ എന്തിനാ ശ്രുതി അശ്വിൻ സാറിനെ കല്യാണം കഴിച്ച് എൻ്റെ പ്രണയം വേണ്ടെന്ന് വെച്ചിട്ട് നീ എന്തിനാ അവനെ വിവാഹം കഴിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വിൻ അടുത്തേക്ക് വരുമ്പോഴേക്കും ശ്രുതി വേഗം അവിടെ നിന്ന് പോകുക കേട്ടോ. അശ്വിനും ശ്യാമും കുറച്ചേരം മുഖത്തോട് മുഖം നോക്കി അങ്ങനെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത്, നമ്മുടെ മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി പ്രീതി വന്നിരിക്കുകയാണ്. പ്രീതി മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി ആ മരുന്ന് കഴിക്കേണ്ട, ആകാശം ഉണ്ടിട്ട് കൂടെ മുത്തശ്ശി കുറച്ചേരം റെസ്റ്റ് എടുത്തോട്ടോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുവാണ്.
അതിനുശേഷമാണെങ്കിൽ അഞ്ജലിനെയാണ് കാണിക്കണത്. അഞ്ജലി അമ്മയുടെ ആ ഒരു കത്തുണ്ടല്ലോ അത് വായിച്ച് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേ, നമ്മുടെ കുഞ്ഞിൻ്റെ വിവാഹം കഴിഞ്ഞു അമ്മേ, ആരോടും പറയേണ്ട അവൻ വിവാഹം കഴിച്ചത്. സന്തോഷമുണ്ട്, അതിൽ സങ്കടമുണ്ട്. ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? അവൻ ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും വിചാരിച്ചില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ചേച്ചി, ചേച്ചിയുടെ നാടകം ഇതുവരെ കഴിഞ്ഞില്ലേ? എന്താ കുഞ്ഞ നീ പറഞ്ഞത്? നാടകമോ? ഇതൊക്കെ നിനക്ക് കണ്ട് നാടകമാണെന്നാണ് തോന്നുന്നത്? നമ്മുടെ അമ്മയുടെ സംസാരിക്കുന്നത് നാടകമാണോ കുഞ്ഞ? പറയടാ നീ എന്ന് പറയാണ്. ചേച്ചി നോക്ക്, ഞാൻ ശ്രുതിനെ വിവാഹം കഴിച്ചു. അവളിപ്പോൾ എൻ്റെ ഭാര്യയാണ്. ചിട്ടവട്ടങ്ങളൊന്നും എനിക്കറിയില്ല. അമ്പലത്തിൽ വെച്ചിട്ടാണ് വിവാഹം കഴിച്ചത്. എനിക്കതിൻ്റെ കാരണമാണ് കുഞ്ഞറിയേണ്ടത്. എന്തുകൊണ്ട് നീ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു? ചേച്ചി, അതിൻ്റെ കാരണമൊന്നും എനിക്കിപ്പോൾ പറയാൻ സൗകര്യമില്ല. നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. ഞാൻ ശ്രുതി എൻ്റെ ഭാര്യയാണ്. അഥവാ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യനെ വിളിച്ചുകൊണ്ട് ഈ വീട് വിട്ട് ഇറങ്ങി പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ്. അശ്വിൻ്റെ ആ വർത്താനം കേൾക്കുമ്പോഴേക്കും അഞ്ജലി ഒന്നും കൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. മുത്തശ്ശി വീണ്ടും വീണ്ടും വിഷമങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അശ്വിൻ ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും വിചാരിച്ചില്ല. കുഞ്ഞൻ അവൻ്റെ അച്ഛൻ്റെ തനി സ്വഭാവം കാണിച്ചു. അവൻ്റെ അച്ഛൻ്റെ സ്വഭാവം തന്നെയാണ് അവനും കിട്ടിയേക്കണത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അഞ്ജലിക്ക് അത് കേൾക്കുമ്പോൾ വിഷമം കൂടി കൂടി വരും കേട്ടോ. അഞ്ജലി അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി ഒറ്റയ്ക്ക് അവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിയുടെ അടുത്തേക്ക് ശ്രുതി വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശ്രുതി ഇങ്ങനെ കന്നിയായിട്ടാണ് വരുന്നത്. മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ, നീ പിന്നെ എന്തിനാ വീണ്ടും വന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, മുത്തശ്ശി അത് മുത്തശ്ശി ഇന്നൊന്നും കഴിച്ചില്ലല്ലോ, ഞാൻ മുത്തശ്ശിക്ക് കുറച്ച് കഞ്ഞിയായിട്ടാണ് വന്നിരിക്കുന്നത്. നിൻ്റെ കയ്യിൽ നിന്ന് കഞ്ഞി പോയിട്ട് ഒരു തുള്ളി മരുന്ന് പോലും ഞാൻ കഴിക്കില്ല. അങ്ങനെ മരിക്കണമെങ്കിൽ ഞാൻ മരിക്കട്ടെ, പക്ഷെ നിൻ്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി കഞ്ഞി ഞാൻ കുടിക്കില്ല. നീ എനിക്ക് കഞ്ഞിയും തരണ്ട, ഒന്നും തരണ്ട, നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകാവോ? എനിക്ക് കുറച്ച് സമാധാനം വേണം, എനിക്ക് നിന്നെ കണ്ട സമാധാനം കിട്ടില്ല, അവിടുന്ന് ഇറങ്ങിപ്പോ എന്ന് പറയാണ്. എന്നിട്ട് മുത്തശ്ശി അവിടെ നിന്ന് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുക കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ആകെ വിഷമമാവുന്നുണ്ട്. ശ്രുതി മുത്തശ്ശിയുടെ മുഖത്ത് നോക്കുമ്പോൾ മുത്തശ്ശി ദേഷ്യത്തോട് കൂടി തന്നെ ശ്രുതിനെ നോക്കുകയാണ്. ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വീണ്ടും മുത്തശ്ശിനെ നോക്കുമ്പോൾ മുത്തശ്ശി ശ്രുതിനെ ദേഷ്യത്തോട് കൂടി, നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? നിന്നോട് എൻ്റെ റൂമിൽ നിന്ന് പോവാനാണ് പറഞ്ഞത്. അഞ്ജലി അഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തെ വിളിക്കുകയാണ്. ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വിളിക്കണത്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ശ്രുതി കണ്ണൊക്കെ നേരിട്ട് ഒരു മൂലക്ക് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ശേഷം മുത്തശ്ശിനെ ഒന്നും കൂടി നോക്കുകയാണ്. മുത്തശ്ശിയുടെ മനസ്സ് മാറിയിട്ടുണ്ടോ, തൻ്റെ സ്നേഹത്തോട് ഒരു വട്ടമെങ്കിലും നോക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ശ്രുതി ഒന്ന് നോക്കുവാണ്. ഇല്ല, മുത്തശ്ശി നോക്കുന്നില്ലെന്ന് അറിയുമ്പോൾ ശ്രുതി കണ്ണുകൾ തുടച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. എന്തായാലും ഫസ്റ്റ് നൈറ്റിൽ ആ ഒരു ഭാഗം കാണിച്ചിട്ടില്ല, പക്ഷെ മിക്കവാറും നാളെ ഉണ്ടാവും ആ ഭാഗം കേട്ടോ. കാരണം നാളെയാണല്ലോ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത് കാണിക്കുന്നത്. അപ്പോൾ ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണല്ലോ ഫസ്റ്റ് നൈറ്റ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം എന്തായാലും നാളെ ഉണ്ടാവും. നമ്മൾ കാത്തിരുന്ന അശ്വിൻ ശ്രുതിനെ പൊക്കിയെടുക്കുന്ന ഭാഗം അത് നാളെ തന്നെയാട്ടോ. പൊക്കിയെടുത്ത് ഗൃഹപ്രവേശം ഫസ്റ്റ് നൈറ്റിൻ്റെ സമയത്താണെങ്കിൽ അശ്വിൻ പിടിച്ച് ശ്രുതിനെ പുറത്തേക്ക് തള്ളിയിട്ടിട്ട് വാതിൽ കുറ്റിയിടുന്ന ഭാഗങ്ങളൊക്കെ തന്നെ നാളെയാണ്. അപ്പോൾ അത് ഫസ്റ്റ് നൈറ്റ് ഇപ്പോഴല്ല കേട്ടോ, ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെയാണ് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ഹിന്ദിയിൽ അങ്ങനെ എന്തൊരു ഭാഗം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള സീരിയലല്ലേ, അതുകൊണ്ട് ചെറിയൊരു ഓർമ്മയിലാണ് കേട്ടോ. അങ്ങനത്തെ ഇതൊരു മിസ്റ്റേക്ക് ആണോ അതോ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.